മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു വ്യക്തിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റ് സർക്കാർ ഓഫീസുകളിൽ പൂക്കളമിടുന്നതും ആഘോഷങ്ങൾ ഓണത്തോടനുബന്ധിച്ച് നടത്തുന്നതും നിരോധിച്ചതായിട്ടുള്ള വാർത്ത പല രീതിയിലുള്ള കമന്റുകൾക്ക് വഴിതെളിച്ചു. തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഞാൻ CSIRലെ സയന്റിസ്റ്റായിരുന്ന കാലത്ത് എൻ്റെ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും തമ്മിലുള്ള പ്രോജക്റ്റുകൾ അതിൻ്റെ ഫണ്ടിങ് ലഭിക്കേണ്ടത് സെക്രട്ടേറിയറ്റിൽ നിന്നാണ്, എൻ്റെ ഓർഡർ ലഭിക്കേണ്ടത് അവിടെ നിന്നാണ്. ആ സെക്രട്ടേറിയറ്റിലേക്ക് പല ആവശ്യത്തിനും കയറി ഇറങ്ങേണ്ടി വന്ന വ്യക്തി എന്നുള്ള നിലയിലും ആ സെക്രട്ടേറിയറ്റിൽ ഓണാഘോഷം നടത്തുന്നതിനെതിരെ ഒരു വ്യക്തി ഒരു കത്ത് എഴുതിയതിനെ കുറിച്ച് മാതൃഭൂമിയിൽ വായിച്ചു. ആ വ്യക്തി എഴുതിയ കത്ത് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ഭാഗം പൂർണ്ണമായിട്ടും ഏതാണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേപോലെയല്ല, ഇതിൻ്റെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് അതിൽ ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ശരിക്ക് 4, 5, 6 ദിവസം ഓണക്കാലത്ത് സെക്രട്ടേറിയറ്റിലെ ഓണാഘോഷത്തിന്റെ പൂരാണ്. ഓണസദ്യയുടെ പൂരം, പായസത്തിന്റെ പൂരം, സമ്മേളനത്തിന്റെ പൂരം, മതസൗഹാർദ്ദത്തിന്റെ പൂരമായിട്ടുള്ള സമ്മേളനങ്ങള്, പിന്നെ ഓണപ്പൂക്കളത്തിന്റെ പൂരം, ഇതെല്ലാമാണ് അവിടെ നടക്കുന്നത്. അത് മുഴുവനും വർക്കിംഗ് ഡേ പേയ്മെന്റ് വാങ്ങിച്ചുകൊണ്ടാണ് നടത്തുന്നത്. അതിനെതിരെ ആ വ്യക്തി കത്തെഴുതുകയും ഓണത്തിന് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം ഹാഫ് ഡേ പൂക്കളമിടാനും ബാക്കിയുള്ളതിനും അലോട്ട് ചെയ്യാം. വളരെ ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഓണത്തിന് മുമ്പ് ഏത് ദിവസമാണോ പൂക്കളമിടാനും സദ്യ ഉണ്ടാക്കാനും പായസം വിതരണം ചെയ്യാനും വേണ്ടിയിട്ട് പോകുന്നത് അത് നേരത്തെ നോട്ടിഫൈ ചെയ്യണം, നേരത്തെ തന്നെ ജനങ്ങളെ അറിയിക്കുകയും വേണം. എനിക്ക് തോന്നുന്നു ആ വ്യക്തി ചെയ്തത് 100% ശരിയാണ്. ഒരു പരിധിവരെ തുറന്ന മനസ്സോടുകൂടി ഞാൻ പറയാം, ഗോപാലകൃഷ്ണൻ പറയുന്നതിന് ഒരുപക്ഷെ നിങ്ങൾ എതിർത്തേക്കാം. ഈ ഗവൺമെന്റിന്റെ തീരുമാനവും ശരിയാണെന്ന് ഞാൻ പറയുന്നു. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് നിങ്ങൾ ഒരിക്കൽ കണ്ടാൽ അത്ഭുതം തോന്നും. ശരിക്കും അല്ലെങ്കിൽ തന്നെ സെക്രട്ടേറിയറ്റിലെ ടേബിളിൽ ആരും കാണാറില്ല, കസേരയിൽ ആരും കാണാറില്ല. ഓണവും കൂടി ആയാൽ ഇപ്പൊ പറഞ്ഞ രീതിയിൽ ഓണത്തിന്റെ പേരിൽ നടക്കുന്ന കച്ചവടവും ഓണത്തിന്റെ പേരിൽ നടക്കുന്ന ഓഫീസ് ദൗത്യത്തിൽ നിന്നുള്ള ഒളിഞ്ഞോട്ടവും ഓഫീസിലേക്ക് തന്നെ ഓണത്തിന്റെ പേരിൽ വരാതിരിക്കുന്നതും ചെയ്യുന്നതിന്റെ തിക്തഫലങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കാണണമെങ്കിൽ ഒന്നൊന്ന് സെക്രട്ടേറിയറ്റിൽ പോയി നോക്കണം. അത് ഓണവുമായിട്ട് യഥാർത്ഥത്തിൽ ബന്ധമുണ്ടായിട്ടല്ല, പക്ഷെ ഓണത്തിന്റെ പേരിലാണ് ഇതെല്ലാം കർമ്മവും നടക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഓഫീസുകളില് പൂക്കളമിടണമെങ്കിൽ അത് ഓഫീസ് വർക്കിംഗ് ഡേക്ക് മുമ്പിടാം, വർക്കിംഗ് ടൈമിന് മുമ്പിലിടാം, അല്ലെങ്കിൽ വർക്കിംഗ് ടൈം കഴിഞ്ഞിട്ടിടാം. എന്തിനാ ഈ ഓഫീസ് വർക്കിംഗ് ടൈമിൽ തന്നെ ഇടണമെന്ന് ഇത്ര നിർബന്ധം എന്താ? അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ ഓണത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ ആ ഓഫീസിലെ എല്ലാവരുടെയും സൗകര്യമുള്ള ഒരു ദിവസം ഹാഫ് ഡേ ഓണത്തിന് വേണ്ടി മാറ്റിവെക്കാം, ബാക്കിയുള്ളത് ഫുള്ളി വർക്കിംഗ് ഡേ ആക്കി മാറ്റിവെക്കാം. അങ്ങനെ ചെയ്യണമെന്ന് പറയാനുള്ള കാരണമുണ്ട്. ഭാരതത്തിലെ മിക്കവാറും സംസ്ഥാനങ്ങളില് ആ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം ഏതാണ്ട് ആ സംസ്ഥാനത്തിന്റെ നടുക്ക് വരുന്ന രീതിയിലാണ്. വളരെ നടുക്കല്ല, ഏതാണ്ട് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ തുല്യ ദൂരം. തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, കേരളത്തിൽ അങ്ങനെ അല്ല. കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും നിന്ന് ഒന്നും അറിയാതെ അവരുടെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഈ സെക്രട്ടേറിയറ്റിലെ കഴുകന്മാരെ പോലെ ഇരിക്കുന്ന സെക്രട്ടറിമാരും ജോയിന്റ് സെക്രട്ടറിമാരും അസിസ്റ്റന്റ് സെക്രട്ടറിമാരും പല രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരിലെ ക്ലർക്കുമാരും സൂപ്രണ്ടുമാരും എല്ലാവരെയും ഒന്ന് കാണാനായിട്ട് കാസർഗോഡിൽ നിന്നും കോഴിക്കോട് നിന്നും വരുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കൂടെ ആഴ്ചയിൽ 6 ദിവസവും പോകേണ്ടി വരുന്ന എനിക്ക്, ആഴ്ചയിൽ 6 ദിവസവും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കൂടെ പോകേണ്ടി വരുന്ന എനിക്ക്
ഒരു ഫയൽ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി 6 മാസം അതിനകത്തേക്ക് കയറി ഇറങ്ങേണ്ടി വന്നു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഈ സെക്രട്ടറിമാരും ഈ ജോയിന്റ് സെക്രട്ടറിമാരും വെള്ളം ഇറങ്ങാതെ മരിക്കണമേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ടും എൻ്റെ ഫണ്ട് എനിക്ക് കിട്ടിയത് മാർച്ച് 31 അർദ്ധരാത്രി 12:55 എൻ്റെ ചെക്ക് എനിക്ക് കിട്ടിയത്. അർദ്ധരാത്രി, മാർച്ച് 31 അർദ്ധരാത്രിക്ക്. കുറഞ്ഞത് ഒരു 80-90 ദിവസമെങ്കിലും ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയിരുന്നിട്ടുണ്ട്. അത് എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. അങ്ങനെ അത് തിരുവനന്തപുരത്ത് എൻ്റെ ലാബറട്ടറി, എൻ്റെ ജോലി തിരുവനന്തപുരത്ത്, എൻ്റെ വീട് തിരുവനന്തപുരത്ത് 5 കിലോമീറ്ററേ ഉള്ളൂ സെക്രട്ടേറിയറ്റിൽ നിന്ന്. എന്നിട്ട് ഞാൻ അനുഭവിക്കേണ്ടി വന്ന ദുരിതം ഇതാണ്. അതേ സമയത്ത് കോഴിക്കോട് നിന്നും തൃശ്ശൂരിൽ നിന്നും ഈ തെക്കേറ്റത്തുള്ള തിരുവനന്തപുരത്ത് വന്ന് ഇവിടെ ഈ ഓണാഘോഷത്തിൽ തിമർത്ത് ജീവിക്കുന്ന കുറെ എണ്ണങ്ങള് വീട്ടില് ചെലവഴിക്കാനുള്ള സമയമല്ല ഓഫീസിൽ ഓണം ഇടാൻ ഉപയോഗിക്കുന്നത്. ശമ്പളം പൂർണ്ണമായിട്ട് മേടിച്ച് ആ ഓഫീസിനകത്തെ ജോലി ചെയ്യാതെ ഓരോരുത്തരുടെയും ടേബിളിൽ നിങ്ങൾ നോക്കിയാൽ അവരെ ജീവനോടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണമെന്ന് തോന്നുന്ന അത്രയും ഫയലുകൾ ഓരോരുത്തരുടെയും ഫയല് ഇതിലുണ്ട്. അത് പിണറായി വിജയനല്ല, ഏത് ഉമ്മൻചാണ്ടി അല്ല, അച്യുതമേനോനല്ല, 93 വയസ്സായിട്ട് 30 കൊല്ലമായിട്ടുള്ള അച്യുതാനന്ദനല്ല, ആര് മുഖ്യമന്ത്രി ആയാലും ഈ ഫയൽ നീങ്ങണമെങ്കിൽ ഇതേപോലെയുള്ള മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കേണ്ടതായ ക്ലർക്കുമാരും സൂപ്രണ്ടുമാരും അവരൊന്ന് വിചാരിച്ചാൽ ഈ ഫയൽ നീങ്ങുള്ളൂ. അവർക്ക് കൊടുക്കേണ്ടി വരുന്ന കൈക്കൂലി അവരുടെ മുമ്പിൽ ചെന്നിട്ട് മഹാരാജാവ് ചിത്തിരത്തിരുനാളിന്റെ മുമ്പില് തൊഴുകയോടെ നിൽക്കുന്ന മാതിരി ഇതേപോലെയുള്ളവരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നവന്റെ അറപ്പ് അതൊന്ന് മനസ്സിലാക്കിയവനാണ് ആ ഓണാഘോഷത്തിന് കത്തെഴുതിയത്. ഒരു പക്ഷേ പറയുമായിരിക്കാം, ഓണാഘോഷം മാത്രമാണോ ഇതിന് കാരണം, ബാക്കി പലതും ഇല്ലേ? ഓണാഘോഷത്തിലെ ഒരാഴ്ച ഓണാഘോഷം തന്നെയാ കാരണം. ഏതായാലും പൂക്കളോടാനും ഒരു കപ്പ് പായസം കുടിക്കാനും ഒരു ഓണസദ്യ ഉണ്ടാക്കാനും 2.5-3 മണിക്കൂറിൽ കൂടുതൽ വേണ്ടല്ലോ. സെക്രട്ടേറിയറ്റിൽ തീ കൂട്ടിയിട്ട് സദ്യ ഉണ്ടാക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. പുറത്തുനിന്ന് സദ്യ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അത് ഈ പുറത്തുനിന്ന് സദ്യ ഉണ്ടാക്കുന്നവന്റെ വീട്ടിൽ ചെന്നിട്ട് ഇവരുണ്ടാക്കണ്ടല്ലോ. അത് 2 മണി തൊട്ട് 3 മണി വരെ സദ്യ കഴിക്കാനും 3 തൊട്ട് 4 വരെയും പൂക്കളം ഇടാനും 4 തൊട്ട് 5 വരെ പൂക്കള മത്സരത്തിന്റെ ഇവാലുവേഷനും അത് മതി. ഹിന്ദുവിന്റെ പേരില്, മഹാബലിയുടെ പേരില്, വാമനന്റെ പേരില് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഈ ജീവിതത്തിന്റെ വേദന അനുഭവിച്ച് വരുന്ന വ്യക്തികളുടെ വേദന അറിയണമെങ്കിൽ ഈ വീട്ടിൽ ചെലവഴിക്കേണ്ട സമയം ഓഫീസിൽ പൂക്കളമിടാൻ ഉപയോഗിക്കാതെ ഫയൽ നോക്കേണ്ട സമയവും ഈ ജീവനോടുകൂടി ഇരിക്കുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ജീവനില്ലാത്ത ഫയലുകളിൽ ഇതുമാതിരിയുള്ള ഓരോന്നുങ്ങളെ കൊണ്ട് ഒപ്പിടിക്കാനും വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ ഫയലൊന്ന് മൂവ് ചെയ്യുന്നത് കാണാൻ ഓരോ വ്യക്തിയും നീയറ്റം വരെ വരുമ്പോൾ ഇവിടെ ഓണസദ്യയും ഓണപ്പൂക്കളവും തിമർത്ത് വരുമ്പോൾ അകത്ത് നിന്നറിയാതെ ശപിക്കും, ഇതുങ്ങൾക്ക് ഗതി പിടിക്കാതെ പോകണമേ ഈശ്വര എന്ന്. ആ ശാപം തിരുവോണത്തിന്റെ പേരിലാണ് എന്നുള്ളത് കൂടി ഈ ഓണപ്പൂക്കളം മത്സരമിടുന്നതിനെ, ഓണസദ്യ ഇടുന്നതിനെ ഗവൺമെന്റ് നിരോധിച്ചപ്പോ അതിനെ എതിർത്തവര്, അതായത് ഇതൊക്കെ നടത്താൻ അനുവാദം വേണമെന്ന് പറഞ്ഞ് വാദിക്കുന്നവര് ഓർമ്മിക്കണം. പണ്ടൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നാഗേഷ് ആണെന്ന് തോന്നുന്നു, തമിഴില് ഈ ദൂരെ നിന്ന് വരുന്ന കാറ് പഞ്ചറാകാൻ, ടയർ പഞ്ചറാവാൻ ആണിയിട്ട് കൊടുക്കാം, എന്നിട്ട് അപ്പുറത്ത് പഞ്ചർ ഒട്ടിക്കുന്ന കട നടത്താം. ഈ ആണി കേറി പഞ്ചറാവുന്ന കാറ് മുഴുവൻ അയാളുടെ കടയിൽ വന്ന് പഞ്ചർ ഒട്ടിച്ചതിന് ശേഷം പോകണം. അയാൾക്ക് ധാരാളം പൈസ കിട്ടും. ഒരിക്കൽ വന്ന കാറ് ഈ പഞ്ചർ ഒട്ടിക്കുന്നവന്റെ അമ്മ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ പോകുന്ന വേളയില് ഒരു ടാക്സി പിടിച്ച് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയില് ആ കാറിലാണ് ഈ ആണി കയറി പഞ്ചറായത്. അപ്പോഴാണ് പഞ്ചർ ഒട്ടിക്കുന്നവൻ അതിലൂടെ പൈസ ഉണ്ടാക്കിയപ്പോ അമ്മ കാറില് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ താൻ ചെയ്യുന്ന നീചകർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയത്. ഏതാണ്ട് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ഓണാഘോഷം നീചവും നിന്ദ്യവുമാണ്. അത് ഭാരതീയ പൈതൃകത്തിനോ ഹിന്ദു ധർമ്മത്തിനോ നമ്മുടെ സംസ്കാരത്തിനോ വേണ്ടിയല്ല,
പണിയെടുക്കാതിരിക്കാൻ മറ്റെല്ലാ വഴികളും അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവർക്ക് ഇതൊരു അനുഗ്രഹവും ജീവിതത്തിലെ നിത്യവേദനകളും. ഒരു കുഴൽക്കിണർ കുഴിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവന്റെ വേദന അറിയണമെങ്കിൽ ഈ ജീവനില്ലാത്ത ഫയലില് ജീവനുള്ള ഇവരുടെ ഒപ്പ് വേണം. എത്ര എത്ര ടേബിളിലൂടെയാണ് ഒരു ഫയൽ നീങ്ങേണ്ടത് കാര്യം നടക്കണമെങ്കിൽ. അത് പിണറായി വിജയൻ കയറി 100 ദിവസമായിട്ടും ഒരു മാറ്റവും ഇല്ല. അങ്ങേരിപ്പോഴും CPM-ന്റെ പാർട്ടി സെക്രട്ടറിയെ പോലെ തന്നെ പെരുമാറുന്നു. ഓരോ മന്ത്രിമാരും MLA-മാരും ചെത്തുതൊഴിലാളികളെ പോലെ പെരുമാറുന്നവരുടെ മുമ്പില് ഫയല് പോലും എത്താത്ത അവസ്ഥ വന്നാൽ എന്താ സംഭവിക്കുക? അത് ഈ ഓണത്തിന്റെ പേരിൽ നടക്കരുത്. പ്രണാമം, നമസ്കാരം.